എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു യാത്രയിലെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഭവാനി സാഗർ ഡാമിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ടുകളിൽ ഒന്നാണിത്. 5 രൂപയാണ് എൻട്രൻസ് ഫീ. ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വിശാലമായൊരു പൂന്തോട്ടമാണ് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഭവാനി സാഗർ ഡാം. കേരളത്തിലെ നീലഗിരി മലനിരകളിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ് ഭവാനി. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നുകൂടിയാണിത്. 217 കിലോമീറ്റർ നീളമുള്ള ഈ നദി തമിഴ്നാട്ടിലെ ഈറോഡിൽ കാവേരി നദിയുമായി കൂടിച്ചേരുന്നു. ഈ സംഗമ സ്ഥലത്താണ് ഭവാനി സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തിയതോടെയാണ് ജലസേചനത്തിനും വൈദ്യുതിക്കുമായി പല ജലാശയങ്ങളിലും അണക്കെട്ടുകൾ ഉയർന്നു തുടങ്ങിയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് പിന്നാലെ 1948 നിർമ്മാണം തുടങ്ങി 1955 പണി പൂർത്തിയാക്കിയ ഡാമാണിത്. 130 അടി ഉയരവും 8 കിലോമീറ്റർ നീളവുമാണ് ഈ ഡാമിനുള്ളത്. 2 ജലവൈദ്യുത നിലയങ്ങളാണ് ഭവാനി സാഗർ അണക്കെട്ടിനുള്ളത്. ജലസേചനത്തിനും വൈദ്യുതിക്കും ഡാമുകൾ ഉപയോഗിക്കപ്പെടുമെന്ന തിരിച്ചറിവാണ് മനുഷ്യനെ സാധ്യമാക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഡാമുകൾ നിർമ്മിക്കാൻ പ്രേരിപ്പിച്ചത്. ഡാമിന് മുകളിലായി കാണുന്ന ഈ ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഈ ഡാം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാറുള്ളത്. ഈ ഡാമിൻ്റെ താഴെയൊരു ഭാഗത്തായി കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള വളരെ വലിയൊരു പാർക്ക് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഫെഡൽ ബോട്ട് സർവീസും ഉണ്ട്. വളരെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഈ ഡാമിനെ കുറിച്ച് പറയാനുണ്ട്. 105 അടി ഉയരം മാത്രമാണ് ഭവാനി സാഗർ ഡാമിന് ഉള്ളത്. 2024 കൊടും വേനലിൽ ഭവാനി സാഗർ ഡാം വറ്റിവരണ്ടു. ഈ സമയത്ത് മണ്ണിനടിയിൽ നിന്ന് ഉയർന്നു വന്നത് ഒരു വലിയ ക്ഷേത്രവും ഒരു കോട്ടയുമാണ്. 750 വർഷങ്ങൾ പഴക്കമുള്ള മാധവ പെരുമാൾ ക്ഷേത്രമാണിതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൂടാതെ ഈ കോട്ട കേരളവുമായി സുഗന്ധദ്രവ്യ കച്ചവടം നടത്തിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കേരളത്തിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോട്ടയും ക്ഷേത്രവും ഈ ഡാമിലെ വെള്ളത്തിനടിയിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ഭൂതകാലങ്ങളെ അടക്കം ചെയ്യുന്നതിൽ പ്രകൃതിയേക്കാൾ മനോഹരമായ മറ്റൊന്നില്ല, അല്ലേ? ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല പൊരിച്ച മീൻ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഈ ഡാമിന് പുറത്തായി റോഡിൻ്റെ അരികിൽ ധാരാളം ഇതുപോലത്തെ ഷോപ്പുകളുണ്ട്. ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. തികച്ചും ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം. ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ. വൈസ്മാൻ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി.